മെന്റർഷിപ്പിന്റെ റോള് എസ്പെഷ്യലി ടീംമേറ്റ്സിന്റെ ഒരു ഫാക്ടർ പറയാനാണെങ്കിൽ സന്ദേശ് സാർ വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു ഈ മെന്റർഷിപ്പിന്റെ കാര്യത്തിൽ. മിനിമം എല്ലാ ദിവസവും ഒരു 6 മണിക്കൂർ പഠിക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. മാക്സിമം ഒരു 10 to 12 hours, അതിൽ കൂടുതൽ ഞാൻ ഇരുന്നിട്ടില്ല. പ്ലാൻ ബി ഇരുന്നിടത്തോളം കാലം ഞാനതിൽ 100% എഫേർട്ട് കൊടുക്കൂല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പോലെ രാജിവെച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജഡ്ജ്മെന്റ് ക്ലൗഡ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലാണ് തെറ്റും ശരി. ഏറ്റവും ശരി എന്ന് പറയുന്നത് ആർക്കും നിശ്ചയിക്കാനും പറ്റില്ല. എന്റെ അതിൽ പേഴ്സണലാണ്. ഒരു എക്സാം പാസ്സാവുക എന്നുള്ളതിലുപരിയായിട്ട് ആസ് എ പേഴ്സൺ എന്നെ വല്ലാണ്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് എക്സാം. അപ്പം അതിലെനിക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ഹലോ എവരിവൺ, ടീമേഴ്സിൻ്റെ അച്ചീവേഴ്സ് ടോക്കിലേക്ക്, സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഒരുപാട് കഥകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു, ഒരുപാട് പേര് വിജയിച്ച കഥകൾ. ഇവിടെ വീണ്ടും മറ്റൊരു അച്ചീവർ നമ്മുടെ അടുത്തേക്ക് വരാം. വളരെ ക്വിക്കായി SSC CHSL ക്ലിയർ ചെയ്ത് അടുത്ത ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, മത്സര പരീക്ഷകളെ ഒരു ഹരമായി കാണുന്ന ഒരു വ്യക്തി. അതെ, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ശ്രീദേവിയാണ്. വെൽക്കം ശ്രീദേവി, വെൽക്കം ടു ദ ടോക്ക്. എങ്ങനെയുണ്ട് ഈ ജേണി? വളരെ വൈബ്രന്റ് ആയിരുന്നു. പിന്നെ കുറെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫ്ലോസും അതേപോലെ അപ്സും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു എക്സാം എന്നുള്ളതിലുപരി എന്നെ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ വല്ലാതെ മോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ജേണി. അപ്പൊ അതാണ് ഞാൻ ആക്ച്വലി ഒരു വലിയ അസറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇപ്പൊ പറയുന്നു ഫ്ലോസ് വന്നിട്ടുണ്ട്, അപ്സ് വന്നിട്ടുണ്ട്. എങ്ങനെയുള്ള ഫ്ലോസ് ഒക്കെ ആയിരിക്കും ഈ ജേണിയിൽ? ഇപ്പം നമുക്കൊരു വരാൻ പോകുന്ന ആസ്പിരന്റ് ഒരു കറക്ഷനും കൂടി ആകുമ്പോൾ ഇത്തരം ഫ്ലോസ് വരാം, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് വരുമ്പോൾ എങ്ങനെ ചെയ്യാം? എങ്ങനെയാണ് ആ ഫ്ലോസിനെ വിലയിരുത്തുന്നത്? എന്തുതരം ഫ്ലോസ് ആയിരുന്നു? ഫെയിലിയർ, എക്സാമിലുള്ള ഫെയിലിയർ തന്നെയാണ് ഒരു വരുന്നൊരു ബിഗ്ഗസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു മെന്റൽ പ്രഷേഴ്സ് ഉണ്ടാവുമല്ലോ, ചില സെറ്റ് ബാക്സ് ഒക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവും. ഇപ്പം ജസ്റ്റ് ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു 1 year ടൈം സ്പാനിലൊക്കെ വരുന്നതാണ്. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു 365 days അറൌണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു മോട്ടിവേറ്റഡ് മൂഡ്, പിന്നെ ആ ഒരു എന്താ പറയാ എനർജി കീപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് തന്നെയാണ് ഒരു വൺ ഓഫ് ദ അനദർ ഫ്ലോ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു മൂഡ് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോവാം. പിന്നെ ചിലപ്പം എന്താ പറയാ റിസൾട്ടിനെ പറ്റിയിട്ട് ആൻഷ്യസ് ആവുന്ന സമയത്ത് എന്നിട്ടും പഠിക്കാനുള്ള ഒരു പുഷ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് കണ്ടെത്തുക എന്നുള്ളത് അതിനൊരു എക്സ്ട്രാ എനർജി ആവശ്യമാണ്. അതെ, എങ്ങനെയായിരുന്നു എനർജി കണ്ടെത്തിയത് മെന്റലി? എന്റെ അച്ഛൻ വലിയൊരു ഫാക്ടറാണ്. വീട്ടിലുള്ള സപ്പോർട്ട് സിസ്റ്റം, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന സപ്പോർട്ട് സിസ്റ്റം അനദർ ഫാക്ടറാണ്. ഓക്കെ, അതൊരു മെന്റർഷിപ്പിന്റെ റോള് എസ്പെഷ്യലി ടീംമേറ്റ്സിന്റെ ഒരു ഫാക്ടർ പറയാനാണെങ്കിൽ സന്ദേശ് സാർ വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു ഈ മെന്റർഷിപ്പിന്റെ കാര്യത്തിൽ. അപ്പോൾ ഡെയിലി ഓൺലൈൻ ആയിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ അപ്ഡേറ്റ്സ് ഇടും, പിന്നെ എക്സാംസ് നടത്തും, അതിൽ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു കോമ്പറ്റീറ്റീവ് ഫീൽ വരും. പിന്നെ അതേപോലെ അതിൽ ഇടയ്ക്ക് ഡൗൺ ആവുന്ന സമയത്തും സാറിനെ വിളിച്ചിട്ട് സാർ മാർക്ക് പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് സ്ട്രാറ്റജി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ അത്രയും നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തരും ഗൈഡ് ചെയ്തിട്ട് ചെയ്തത്. ഈവൻ CHSL എക്സാം ആണ് ഞാൻ ക്ലിയർ ചെയ്തത്. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 242 ആണ് വന്നത്. അപ്പം ഒരു 3 months ഗ്യാപ്പ് ഞാൻ ഏകദേശം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ടയർ 1 പാസ്സായി, ജസ്റ്റ് ഒരു ബോർഡർ ലൈൻ മാർക്കിലാണ് പാസ്സായത്. ടയർ 2 ഞാൻ എഴുതണോ വേണ്ടതെന്ന് സംശയിച്ച് നിൽക്കായിരുന്നു. സാറിന്റെ ഞാൻ എക്സാമിന്റെ തലേന്ന് രാത്രി വിളിച്ചിട്ട് സാറിനോട് പറഞ്ഞു, സാർ ഞാൻ എഴുതുന്നുണ്ടാവില്ല, ഒട്ടും പ്രിപ്പയർഡ് അല്ല, എനിക്ക് എറണാകുളം വരെ പോയി എഴുതാൻ പോലും തോന്നുന്നില്ല, ഇതിനാ പോയി സമയം കളയുന്നത്, സമയത്തോട്ട് ഇരുന്ന് പഠിക്കാനോ പറയുമ്പോൾ സാറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞയച്ചത്. എക്സാം സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പൊ CHSL മാത്രമാണോ ക്ലിയർ ചെയ്തത്? വേറെ എക്സാം ഇല്ലേ? മുമ്പ് ബാങ്ക് എക്സാംസ് ക്ലിയർ ചെയ്തിരുന്നു, പിന്നെ ബാങ്കിൽ കയറി വർക്ക് ചെയ്തു. ബാങ്കിങ് വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. നമ്മുടെ പാഷന് പിന്നാലെ തന്നെ പോയി. അതുകൊണ്ട് ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാവാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ CHSL നിർത്താൻ പോവാണ്, എന്തായാലും ജോയിൻ ചെയ്യും. CGയിലേക്ക്. വെരി ഗുഡ്. അപ്പൊ ശ്രീദേവിയുടെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? സാധാരണഗതിയിൽ എല്ലാവർക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടാവും അല്ലേ? സ്ട്രാറ്റജി ഷുഡ് ബി കസ്റ്റമൈസ്ഡ്, പേഴ്സണലൈസ്ഡ് ആയിരിക്കും. ശ്രീദേവിയുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? ഇപ്പോ ബാങ്ക് എക്സാം അതുപോലെ SSCന്റെ ഒരു പ്രത്യേകത ബാക്കി എക്സാംസിനെ സംബന്ധിച്ച് UPSCയോ PSCയോ ഒക്കെ ഉള്ളതുപോലെയല്ല. എക്സാം സിലബസ് വളരെ കൺഫൈൻഡ് ആണ്, എസ്പെഷ്യലി QA റീസണിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ഓരോരോ ടൈപ്പ് ക്വസ്റ്റിനും ഓരോ ടൈപ്പ് ടോപ്പിക്കും എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള ഒരു സ്ട്രാറ്റജി. അതല്ലാതെ ഒരു വഴി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു ടോപ്പിക് വൈസ് ആയിട്ടാണോ പോകേണ്ടത്, അല്ല നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടാണോ, സെക്ഷൻ വൈസ് എങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും? ഞാൻ ആദ്യം ബിഗിൻ ചെയ്തിരുന്ന സമയത്ത് ഓരോ ടോപ്പിക്കായിട്ട് അതിന്റെ ബേസ് കൺസെപ്റ്റ് മനസ്സിലാക്കും, പിന്നെ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതിന് പ്രാക്ടീസ് ചെയ്യും. 100-200 ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് ഡേ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ അത് ക്യുമുലേറ്റ് ചെയ്ത് ഒരു അറൌണ്ട് ഒരു 50 സബ്ജക്റ്റുകൾ ഉണ്ടാവും. QA റീസണിംഗ് ഇംഗ്ലീഷ് എല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ ഓരോന്നിനും എത്രയോ ക്വസ്റ്റ്യൻസ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും.
അതിനുശേഷമാണ് ഞാൻ മോക്ക് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഒരു 1.5 hour എടുത്ത് ആ ടൈം ലിമിറ്റ് തന്നെ മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക, ദെൻ അത് അനാലിസിസ് ചെയ്യുക. അപ്പോൾ ബേസ് സെറ്റ് ആക്കി കഴിഞ്ഞ് പിന്നെ മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ കുറെ അഡ്വാൻസ് ലെവലിൽ ക്വസ്റ്റനും കൂടെ. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ആക്കണം. ആദ്യത്തെ ടൈം അതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. വെരി ഗുഡ്. മോക്കിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. വെരി ഗുഡ്. അത്രയും എന്താ പറയാ ഡിലിജന്റ് ആയിട്ട് തന്നെ മോക്കുകൾ ഓരോ ദിവസം എടുത്തു അനലൈസ് ചെയ്ത് അതിന്റെ ഫ്ലോ മനസ്സിലാക്കി അല്ലേ. റിയൽ എക്സാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മോക്ക് ഓരോ ദിവസം ചെയ്തത്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ യാത്ര തുടങ്ങാനുള്ളൊരു കാരണം എന്തായിരുന്നു? ആദ്യത്തെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ലേ? ഫസ്റ്റ് ഒരു മത്സര പരീക്ഷ എന്നുള്ള ചോയ്സ് ആണ്, ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ കപ്പ് ഓഫ് ടീ എന്ന് എപ്പോഴാണ് മനസ്സിലായത്? സാർ സത്യം പറഞ്ഞ കാരണമൊന്നുമില്ല, വേറെ ഒന്നിനും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ വന്നു തന്നെയുള്ളൂ. കാരണം ഞാൻ ഡിഗ്രി മാത്സ് ആയിരുന്നു, ഒരു ബോർഡർ ലൈൻ മാർക്കിൽ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ PGക്ക് പോകണോ അല്ലെങ്കിൽ ഒരു ജോലി വാങ്ങാന്നുള്ളത് ആവശ്യം തന്നെയായിരുന്നു. അതിനുള്ള ഒരു ബെറ്റർ വേ, കഷ്ടപ്പെട്ടാൽ എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള ഒരു സാധനം ഇത് തന്നെയായിരുന്നു എൻ്റെ ബാങ്ക് SSC എക്സാം. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഈ SSC എക്സാം വരുമ്പം നമ്മുടെ മുമ്പിൽ എന്താ പറയുക, പലർക്കും അവയർനെസ് ഇല്ല, എന്താണ് SSC എന്നറിയില്ല. രണ്ടാമത്തത് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ക്ലിയർ ചെയ്യുന്ന എക്സാം ആണെന്ന ധാരണ നമ്മളൊക്കെ ഇടയിലുണ്ട് അല്ലേ. ഈ എക്സാം അങ്ങനെ മലയാളിക്കുള്ളതല്ല എന്നൊക്കെ ഉണ്ട്. അങ്ങനെ വല്ല തോട്ട്സ് ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ? ഇല്ല. SSC ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇല്ല, നോർത്ത് ഇന്ത്യൻസിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓൾ ഇന്ത്യയിലെ ഒരു എക്സാം അല്ലേ, അതിനൊരു കമ്പാരിസന്റെ ആവശ്യം പോലും ഇല്ല. നമ്മളും ഫിറ്റ് ആണോ? വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ജേർണി നടത്തുമ്പോൾ ശ്രീദേവി എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആസ് എ ചാമ്പ്യൻ? ആസ് എ ചാമ്പ്യൻ റേറ്റിംഗ് കൊടുക്കാനാണ് 10 out of 10. 10 out of 10. കംപ്ലീറ്റ് ചാമ്പ്യൻ ആണ്. വൈ യു സേ? കംപ്ലീറ്റ് ചാമ്പ്യൻ എന്ന് പറയുന്നത് ഞാൻ ബാക്കി ചാമ്പ്യൻസിനെ കമ്പയർ ചെയ്തിട്ട് പറയുന്നതല്ല. ബട്ട് യെസ്റ്റർഡേ ആൻഡ് ഡേ ബിഫോർ യെസ്റ്റർഡേ, അതിന്റെ മുന്നിലുള്ള യെസ്റ്റർഡേ, ഓരോ യെസ്റ്റർഡേസിൽ എന്നെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചാമ്പ്യൻ ആണ് ഇപ്പം. ഗ്രേറ്റ്. ഞാൻ കൈ അടിച്ചോട്ടെ. ഓക്കെ. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത ആൾക്കാരുണ്ട് ഈ പഠനത്തിൽ. അതുപോലെ 10 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് 12 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യുന്ന. ശ്രീദേവി എത്ര അവർ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു? മിനിമം എല്ലാ ദിവസവും ഒരു 6 മണിക്കൂർ പഠിക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. ബട്ട് മാക്സിമം ഒരു 10 to 12 hours, അതിൽ കൂടുതൽ ഞാൻ ഇരുന്നിട്ടില്ല. എൻ്റെ ഒരു ദിവസത്തെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്ലാനിങ് പോലെ ഇരിക്കും. പക്ഷെ പഠിക്കാത്തൊരു ദിവസം എൻ്റെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ടീംമേറ്റ്സ് എന്ന കമ്പാനിയൻ എങ്ങനെയായിരുന്നു സപ്പോർട്ടായി മാറിയത്? SSC എക്സാമിന്റെ ഒരു പ്രത്യേകത ബാങ്ക് പോലെയല്ല. ബാങ്ക് നമുക്കൊരു മെന്റർ ഇല്ലെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ബട്ട് SSC റിയലി ഒരു മെന്റർ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു മെന്റർഷിപ്പ് പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രാറ്റജി എനിക്ക് ഉണ്ടാക്കി തന്നത് സന്ദേശ് സാറാണ്. ഞാൻ ഇതിൽ വരുന്ന സമയത്ത് എൻ്റെ Tier 2 ബിഗിനിങ്ങിൽ മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 290 റേഞ്ചിലായിരുന്നു. പക്ഷെ ഒരു 1.5 മാസം കൊണ്ട് എനിക്കിതൊരു 320 റേഞ്ചിലേക്ക് മോക്ക് ടെസ്റ്റിൽ എത്തിക്കാൻ പറ്റിയത് സന്ദേശ് സാറിന്റെ സ്ട്രാറ്റജീസ് ആണ്. അപ്പം ഇംഗ്ലീഷിൽ എനിക്ക് വീക്ക് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു, അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇന്ന ടെക്സ്റ്റ് ഇന്ന സോഴ്സ് ഞാൻ ഈവൻ സന്ദേശ് സാർ പറഞ്ഞ ഒരു ടൈം ടേബിൾ അടക്കം സെറ്റാക്കി തന്നിട്ട് അത് പ്രകാരം പോയിട്ടുണ്ടായിരുന്നു ഒരു 1.5 മാസം. അതുകൊണ്ടാണ് ആ ഒരു മാർക്ക് ബ്ലൈൻഡ്ലി ആ ഒരു ഗൈഡിനെ വിശ്വസിച്ചു. അതെ, വെരി ഗുഡ്. എന്നിട്ട് മാർക്ക് ഇമ്പ്രൂവ് ആയി. തന്നെയാണ് ടീംമേറ്റ്സ് മാക്സിമം അവേഴ്സ് അതിന് വേണ്ടി മാറ്റി വെക്കുകയും ചെയ്തു. ഓക്കെ. ഇപ്പം ഞാനൊരു പുതിയ അച്ചീവർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് ആഗ്രഹമുണ്ട് പുതിയ അച്ചീവർ ആവണം. ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീദേവി വളരെ വൈബ്രന്റ് ആണ്, വളരെ എനർജറ്റിക് ആണ്, ഭയങ്കര ഫോഴ്സ്ഫുള്ളി സംസാരിക്കാൻ ആളാസ് കേട്ടിട്ടുണ്ട്. പക്ഷെ ശ്രീദേവി എന്തോ കുറച്ച് ടെൻഷനായി പോലെ എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അച്ചീവർ ആവാൻ ആഗ്രഹിക്കുന്ന എന്നോട് ശ്രീദേവിക്ക് എന്താ പറയാ? അഡ്വൈസ് ഫ്രം യുവർ സൈഡ്. ഇപ്പം ആസ്പിറൻസിനോട് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ എക്സാം ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മളുടെ ലൈഫിന്റെ ഒരു ട്രാജക്ടറിനെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ അതൊരിക്കലും നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയും അതുപോലെ ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കുന്ന രീതിയിലാവരുത്. അത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ എനിക്ക് കുറെ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ അറിയാം. അപ്പം പലരും ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും പല രീതിയിലുള്ള ജഡ്ജ്മെന്റ്സ് കേൾക്കുന്നുണ്ട്. കുറെ കാലമായില്ലേ വേറെ പരിപാടിക്ക് പോയിക്കൂടെ. ഇവൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയി തിരിച്ചു വരായിരുന്നു. വടകര എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ തന്നെയാണല്ലേ സ്ഥിരവാസം അല്ലേ. അപ്പൊ ഈ ഒരു ജഡ്ജ്മെന്റ് ക്ലൗഡ് എന്ന് പറയുന്നത് വളരെ നോർമലാണ്. അത് പലരും പറയാനുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചില പറയും ഞാൻ കല്യാണത്തിനേ പോകാറില്ല, ഞാൻ എങ്ങോട്ടും പോകാറില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ്, സെക്യൂർഡ് ആണ്, ഞാൻ കോച്ചിങ്ങിന് മാത്രമേ പോകാറുള്ളൂ. അങ്ങനെയുടെ അവസ്ഥ ഉണ്ടായിരുന്നോ? ഇല്ല. ശ്രീദേവി എല്ലാവരും പോയി. അപ്പൊ നാട്ടിലെ ചേച്ചിമാർ ചോദിക്കില്ലേ ഒന്നും ആയില്ല മോളെ ചോദിക്കില്ലേ? ജഡ്ജ്മെന്റ് ക്ലൗഡുകളുടെ മുകളിലേക്ക് നമ്മൾ ഉയരണം. വാ, അതെങ്ങനെയാ പറ്റിയത്? ആ ജഡ്ജ്മെന്റ് ക്ലൗഡിന് മുകളിലേക്ക് പോകാൻ പറഞ്ഞാൽ ഫാദർ തന്നെയാണ് കാരണം അത്രയും ലെവലിൽ എനിക്ക് സപ്പോർട്ട്. പക്ഷെ എന്താ പറയാ, അച്ഛൻ്റെ ഉപദേശം എന്താ? 30 വയസ്സായിരുന്നു, പഠിച്ചോ, അതിപ്പോ എന്താ, ഇപ്പൊ എനിക്ക് പണിയൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. അച്ഛൻ അത്രയും എന്താ പറയുക പീക്കായിട്ടാണ്. നിന്നെ കൊണ്ടാണോ വരെ നീ പഠിച്ചോ? പണി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വെരി ഗുഡ്. അത്രയും ലെവലിൽ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. വെരി ഗുഡ്. ആ സപ്പോർട്ടാണ് പിൻബലം. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ജോലി രാജിവെക്കാനുള്ള ധൈര്യം കിട്ടി. അതാണ് ശ്രീദേവിനെ സംബന്ധിച്ച് കപ്പൽ കത്തിച്ചിറങ്ങിയ ആളാ.
അല്ലേ? നമ്മൾ പറയും സാറിനെ ബ്രിഡ്ജ് കത്തിക്കുക, കപ്പൽ കത്തിക്കുക എന്നുള്ള പ്രയോഗമുണ്ട് അല്ലേ? ശ്രീദേവി ഇങ്ങനെ ഒരു കപ്പൽ കത്തിച്ചിട്ട് ഇങ്ങ് ഇറങ്ങിപ്പോരാ, ഞാൻ അടുത്ത കപ്പലിലേക്ക് പോകാൻ പോകട്ടെ അല്ലേ? അതൊരു വല്ലാത്ത ഗഡ്സ് അല്ലേ? അല്ലേ? ആ, അതിലുള്ള തീരുമാനം എടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ ആ ഒരു ജോലി രാജിവെക്കാൻ വേണ്ടിയിട്ട്? കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയ ജോലി ആയതുകൊണ്ട് ആ, അതും ബാങ്കിൽ നല്ലൊരു പൊസിഷനിൽ നാഷണൽ ലെവലിൽ വന്നിട്ടല്ലേ? ആ, എന്നിട്ട് ഒരു ഒറ്റ പേപ്പറിൽ അത് എഴുതി തീർക്കാന്ന് പറയുന്നത്, റെസിഗ്നേഷൻ കൊടുക്കാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്രിസ്റ്റഫർ, അതിങ്ങനെ റെസ്പെക്റ്റഡ് സാർ എന്ന് എഴുതുമ്പോൾ വേണോ വേണോ അങ്ങനെ തോന്നുന്നുണ്ട്. ആ ആ ക്രിസ്റ്റഫർ നോളന്റെ ഒരു മൂവി ഉണ്ട്, അതില് ബ്രൂസ് വെയിൻ ആണ് ആക്ടർ. അയാള് ഒരു പിറ്റിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ട് കുറെ പേര് ചാടാൻ ശ്രമിക്കുന്നുണ്ട് ആ പിറ്റിന്. അപ്പം പലരും അതില് അരയിൽ കയറ് കെട്ടിയിട്ടാണ് ചാടാൻ ശ്രമിക്കുന്നത്. അരയിൽ കയറ് കെട്ടി ചാടുന്നവരൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ അയാൾ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും കെട്ടൂല, എനിക്ക് ഒരൊറ്റ പോലെ തന്നെ കയറണം. പ്ലാൻ ബി ഇല്ലാണ്ടാണ് അയാൾ കയറിയത്. ആ കയറിനെ വിശ്വസിക്കുന്നില്ല അയാളെ വിശ്വസിക്കുന്ന അല്ലേ? പ്ലാൻ ബി ഉള്ളിടത്തോളം കാലം ഞാനതിൽ 100% എഫേർട്ട് കൊടുക്കൂല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പോലെ രാജിവെച്ചത്. വെരി ഗുഡ്. അപ്പം ഞാനാണ് ശരിക്കും മോട്ടിവേറ്റ് ആയി നിൽക്കുന്നത്. കാരണം ഒരു ബ്രിഡ്ജ് കത്തിച്ചിറങ്ങി വന്ന ചാമ്പ്യൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് അല്ലേ? അക്കിലെക്സ് പറഞ്ഞിട്ടുണ്ട് ബേൺ യുവർ ബ്രിഡ്ജസ് ആൻഡ് ബേൺ യുവർ ഷിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ബ്രിഡ്ജൊക്കെ തകർത്ത് അല്ലെ ഷിപ്പ് തകർത്തിട്ട് നമ്മൾ അടുത്ത ഷിപ്പിലേക്ക് കയറാൻ പോയി. ഇറ്റ്സ് എ വെരി ഹാർഡ് ജേർണി, റൈറ്റ്? അപ്പം അങ്ങനെ ഒരു ധൈര്യം, ഇപ്പോൾ സക്സസ് ഉണ്ടാവും, ഇതെൻ്റെ ജേണിയാണ്, ഞാൻ തീരുമാനിക്കും എന്നൊരു ധൈര്യം ഉണ്ടാവും അല്ലേ? പക്ഷേ ധൈര്യം മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അത്ര ഈസി ആയിരിക്കില്ല. അച്ഛൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, ബാക്കി ഫാമിലിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. മോളെ എന്തിന്റെ ഭ്രാന്താ നിനക്ക്, വെറുതെ ഒരു ജോലി കളഞ്ഞു പോരല്ലേ അല്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ? പല രീതിയിലുള്ള നെഗറ്റീവ് അങ്ങനെ ഏത് വന്നു? എന്താ പറയാ, ഞാനാണല്ലോ പഠിക്കുന്നത്, ഞാനാണല്ലോ ജോലി വാങ്ങിയത്. അപ്പൊ എനിക്കറിയാലോ അവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളത്. അങ്ങനെ തീരുമാനം എടുത്തു. അതെ അതെ വെരി ഗുഡ്. അപ്പൊ ശ്രീദേവിയിൽ അപ്യാരമായ വിശ്വാസമുള്ള ആളാണ് അതെ അല്ലേ? വെരി ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി. ഒരു സ്ട്രാറ്റജി, വീണ്ടും നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾക്ക് പല കുട്ടികളും പറയുന്നൊരു പ്രോബ്ലമാണ് ജി കെ പഠിക്കാൻ പറ്റില്ല സാർ, അതാണ് എൻ്റെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ SSC ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും ഞാൻ മത്സര പരീക്ഷയ്ക്കയില്ല, കാരണം അത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചൊന്നും പഠിക്കാനില്ല പറയും. GK എങ്ങനെയാണ്? GK പർമാർന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്, ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഞാൻ അതെന്നെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ വേറൊന്നും GK പല കുട്ടികൾ എന്നോട് പറയാറുണ്ട് GK അവർ ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജി പറയണത് പലപ്പോഴും അവർ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിന് ടോപ്പിക് വൈസ് പഠിച്ചാണ് GK ടോപ്പിക്കായിട്ട് കവർ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ശരിയാണോ? ഐ മീൻ ഒരു ഫ്രീഡം സ്ട്രഗിൾ മാത്രം നമ്മളെടുത്ത് പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറേ പർവ്വതങ്ങളെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ കുറേ ഉത്സവങ്ങളെ കുറിച്ച് പഠിച്ചു, നദികളെ കുറിച്ച് പഠിച്ചു, അങ്ങനെ ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ ടോപ്പിക് തന്നെ ഓക്കെ, പക്ഷെ ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ആയ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് കവർ ചെയ്യുന്നതായിരിക്കും നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ഒരു ടോപ്പിക്കിന്റെ ഒരു ബേസ് ലെവൽ ആദ്യം പഠിച്ചിട്ട് പിന്നെ അതിന് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ GKയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റിവിഷന്റെ പ്രോബ്ലം മാത്രമാണ്. കാരണം ഇപ്പൊ ഒരു 25 ചോദ്യം നമ്മളുടെ ടയർ 1 എക്സാമിൽ വരുന്നുണ്ടെങ്കിൽ പലരും അതിൽ 15 ചോദ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് മാർക്ക് ചെയ്യാൻ പറ്റാത്തത് റിവിഷന്റെ പ്രോബ്ലം കാരണമാണ്. ഓപ്ഷൻ 1 ആണോ 2 ആണോ എന്നുള്ള കൺഫ്യൂഷൻ കാരണമായിരിക്കും മാർക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ റിവിഷനാണ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. വെരി ഗുഡ്. ഇപ്പൊ ഞാനൊരു സോഷ്യൽ മെസ്സേജ് ചോദിക്കുകയാണ്. പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ ധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ 22 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം, കുട്ടിയാവണം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ചോദിക്കും 22 വയസ്സ് അച്ഛനോട് അമ്മയോട്, അല്ല മോളൊന്നും ആയില്ലേ? അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച ഉടനെ ചോദിക്കും അല്ല കുട്ടികളായില്ലേ? അങ്ങനെ ചോദിക്കുന്നൊരു സമൂഹം അത് അല്ലേ? ആ സമൂഹത്തിൽ ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നു, നമുക്ക് ജോലി വേണം, നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ട് മതി ഒരു പെൺകുട്ടി ജീവിതത്തെ ഉണ്ടാക്കുക എന്നുള്ള തീരുമാനം. ദാറ്റ്സ് എ ഗ്രേറ്റ് വൺ. ബിക്കോസ് നമ്മളെപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം അല്ലേ? ഇൻഡിപെൻഡൻ്റ് ആകാണ് നമ്മൾ ആരെങ്കിലും കീഴിൽ പോയിട്ട് ഭർത്താവ് അനുസരിച്ച് ആരെങ്കിലും നിൽക്കുന്ന, അങ്ങനെ എൻ്റെ വിശ്വാസം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരാളായിട്ടാണ് ശ്രീദേവി പോകുന്നത്, ഇൻഡിപെൻഡൻ്റ് ആവാണ് അല്ലേ? അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഇത്തരം ഈ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും സമൂഹത്തിൽ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അതിന് ഓവർകം ചെയ്യാൻ അച്ഛൻ്റെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടാവും, അതൊക്കെ ശരി. പക്ഷെ എന്നാലും അത് ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആയി പോവില്ലേ? 2025 അതൊക്കെ ഒരു വലിയ വിഷയമാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. വെരി ഗുഡ്. പക്ഷെ ഇപ്പോഴും ആണ്. ഞാൻ ഈ ചോദ്യത്തിന്റെ പ്രസക്തി എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ പല കുട്ടികളോടും കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അതല്ലേ നല്ലത്, ആ ഓപ്ഷൻ എടുത്തുകൂടെ, എന്നിട്ട് പിന്നെ പഠിച്ചുകൂടെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ട്രാപ്പാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാന്ന് പറഞ്ഞാൽ there are so many struggles and hurdles അല്ലേ? അങ്ങനെ പറയുന്നൊരു കാലം എപ്പോഴും ഉണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജഡ്ജ്മെന്റ് ക്ലൗഡ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലാണ് തെറ്റും ശരി. തെറ്റും ശരി എന്ന് പറയുന്നത് ആർക്കും നിശ്ചയിക്കാനും പറ്റില്ല, എൻ്റയർലി പേഴ്സണലാണ്. നമ്മളുടെ ശരിക്കനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ജഡ്ജ്മെന്റ് ക്ലൗഡ് എന്ന് പറയുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ വേർഡ്സ് ശ്രീദേവി പറയുന്ന വേർഡ്സ് തീർച്ചയായിട്ടും കുറേ പെൺകുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും ഒരു ആവേശമാകാൻ വേണ്ടി ഞാൻ ഇത് പറയുന്നത്. അവനവന്റെ സർക്കിൾ ഒന്ന് കുറച്ചിട്ട് നമ്മൾ തന്നെ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ
പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരു പൊതുവെ പറയാറുണ്ട് യു ആർ ദ റിഫ്ലക്ഷൻ ഓഫ് ദ പീപ്പിൾ യു സ്പെൻഡ് ടൈം വിത്ത് എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങൾ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ റിഫ്ലക്ഷൻ ആയിരിക്കും നിങ്ങൾ. ഇപ്പോൾ സർക്കിൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ മാറാന്നുള്ള, അതായത് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരിലൂടെ സഞ്ചരിക്കുക. ശരി, അപ്പോൾ ഒരു സ്ഥിതി പറഞ്ഞു സർക്കിൾ കുറയ്ക്കുക അല്ലേ, അതെങ്ങനെയായിരുന്നു സർക്കിൾ നമ്മൾ നമ്മളുടെ മുന്നിൽ ഗോള് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ ഈ സർക്കിൾ കുറയ്ക്കുക എന്നുള്ളതും അതെ ആ ജേണി മാത്രം, നമ്മൾ വേറെ ട്രാജക്ടറി ഒന്നുമില്ല, ഒരു വഴി തീരുമാനിക്കുന്നു ആ വഴിക്ക് നടക്കുന്നു അല്ലേ. വെരി ഗുഡ്. ആ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോഴേ ഇതിനകത്തൊരു റോളർ കോസ്റ്റർ എഫക്റ്റ് എന്നുള്ള സാധനം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ഇടയ്ക്ക് നമ്മൾ അപ്പാവും, ഇടയ്ക്ക് ഡൗൺ ആവും, അങ്ങനെ കയറി പോകുന്നൊരു ജേണിയാണ് അല്ലേ. അങ്ങനെ പല കുട്ടികളിലും അത് തന്നെ സംഭവിക്കും, ക്വിറ്റ് ചെയ്ത് പോകും അറിയാണ്ട് അല്ലേ. ചില കുട്ടികൾ അതൊക്കെ ക്വിറ്റ് ചെയ്ത് പോകും. പക്ഷേ ഇപ്പോൾ ശ്രീദേവി പറഞ്ഞ പോകാനാണെങ്കിൽ നമ്മൾ ആ ജേണി കറക്റ്റ് പ്ലാൻ ചെയ്യുന്നു, അതിലേക്ക് നടക്കുന്നു, അത് തന്നെ നേടിയിരിക്കുന്നു, ഉറപ്പിക്കുന്നു മനസ്സിൽ. ശരിയല്ലേ? ഓക്കെ, അഗൈൻ സ്ട്രാറ്റജി ഇഷ്യൂയിലേക്കാണ്. അടുത്ത സ്ട്രാറ്റജി ഇപ്പോൾ മലയാളിയുടെ ഏറ്റവും വലിയൊരു ബാലികറാമലായിട്ട് മലയാളി കാണുന്ന സാധനം ഇംഗ്ലീഷാണ്. പൊതുവെ ഇംഗ്ലീഷ് എന്തോ വലിയ കാര്യമാണ്, ഇംഗ്ലീഷിനെ പഠിച്ചെടുക്കാനാവില്ല. എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് ഞാൻ അത്യാവശ്യം വായിക്കുമായിരുന്നു. അപ്പം പേപ്പർ ആണെങ്കിലും ഞാൻ ഹിന്ദു ഒക്കെ ഒരു ഡിഗ്രി ടൈം തൊട്ട് തന്നെ വായിക്കുന്നുണ്ട്, ഹിന്ദു എഡിറ്റോറിയൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് അത്ര വലിയൊരു വിഷയമായിരുന്നില്ല. ഇംഗ്ലീഷ് സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര ഈസി ആയിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. വെരി ഗുഡ്. വായനയാണ് അതിന്റെ ഫൗണ്ടേഷൻ. വെരി ഗുഡ്. പ്രത്യേകിച്ച് ഹിന്ദു പേപ്പറാണ് എന്നെ ഇംഗ്ലീഷ് സെറ്റാക്കാൻ വേണ്ടി സഹായിച്ചത്. ഓ, ഹിന്ദു ദിവസം വായിക്കായിരുന്നു. ഹിന്ദു ദിവസം വായിക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. മാത്സിലോ? മാത്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്സിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മാത്സിനെ നമ്മളിപ്പം ടോപ്പിക് വൈസ് പഠിക്കും. ചില ആൾക്കാർ ടോപ്പിക് പഠിച്ചിട്ട് സെക്ഷനിലേക്ക് പോകും. ചിലർ നേരെ റോങ് സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു സെക്ഷനിൽ ആദ്യം പോയി കയറും. റോങ് ആണോ എന്ന് എനിക്കറിയില്ല. അതെന്തായിരിക്കും നല്ലത്, ഏതാ നല്ലത്? സർ, ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് കണ്ടെത്തണമല്ലോ. അപ്പം തീർച്ചയായിട്ടും കുറച്ച് ഫുൾ ലെങ്ത് നോക്കുക. അല്ലെങ്കിൽ മാത്സ് ആണ് പഠിക്കുന്നതെങ്കിൽ മാത്സിന്റെ ഒരു 10 സെക്ഷനിൽ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അതെ, ക്വസ്റ്റൻ ആണ്, എന്താണ് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് നോ ഓൺലി റൈറ്റ്, പഠിക്കാൻ വേണ്ടിയല്ല, അറിയാൻ വേണ്ടി. ഓക്കെ, വെരി ഗുഡ്. അതിനുശേഷം പിന്നെ ഓരോരോ ടോപ്പിക് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, ദെൻ അഗൈൻ സെക്ഷനിൽ എടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ആദ്യം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതെന്താണെന്ന് മനസ്സിലാക്കുക അല്ലെ, എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക, അത് നേരെ ടോപ്പിക്കിലേക്ക് കയറി തിരിച്ച് വീണ്ടും ഒരു ടോപ്പിക്കിന് ഒരു കറക്റ്റ് വൺ വേ പാത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മൾ കുറച്ച് മിസ്റ്റേക്ക് ചെയ്യും, പിന്നെ ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. മിസ്റ്റേക്സ് കുറെ പഠിച്ചിട്ടുണ്ടാവും, എഗൈൻ അതോടെ ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെ ഒരു എന്താ പറയാ, ഭയങ്കര റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓരോ സബ്ജക്റ്റിനും. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഓരോ സ്ട്രാറ്റജിയാണ്. അങ്ങനെ പറയാൻ പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസ് ആണ് സ്ട്രാറ്റജി എന്ന് പറയാനൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. വെരി ഗുഡ്. അപ്പോൾ പക്ഷേ ശ്രീദേവിയുടെ മെത്തേഡ് ആയിരിക്കും അല്ലേ, ഒരു സ്വന്തം മെത്തേഡ് ഉണ്ടാക്കി എടുക്കണ്ടേ അത്? അത് നിർബന്ധമാണ്. ആദ്യം പറഞ്ഞ പോലെ ഒരു ടോപ്പിക് എടുക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. എഗെയിൻ പെർഫെക്റ്റ് ആയില്ല എന്നൊന്നാണെങ്കിൽ പിന്നെയും ടോപ്പിക് പഠിക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. വെരി ഗുഡ്. അപ്പോൾ ആസ് എൻ SSC ആസ്പിറന്റ് നിങ്ങൾ ടീമേറ്റ്സ് അക്കാദമിയെ വരാൻ പോകുന്നവർക്ക് എങ്ങനെ സജസ്റ്റ് ചെയ്യും? ടീമേറ്റ്സിൽ ഞാൻ ആകെ എടുത്തിരുന്നത് ഓൺലൈൻ മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. എനിക്ക് ഒരൊറ്റ റിഗ്രറ്റേ ഉള്ളൂ, കോച്ചിങ്ങിനോട് ആദ്യം ജോയിൻ ചെയ്യാതെ. കാരണം അത്രയും വേണമെന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സും പിന്നെ ഈവൻ IT റൂമിലുള്ള ചേട്ടന്മാരാണെങ്കിൽ പോലും അത്രയും നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആണ്. എന്തായാലും ഒരു ഗോ ടു പ്ലേസ് തന്നെയാണ് ടീമേറ്റ്സ്, അതിലൊരു സംശയമില്ല. സെസ്റ്റീവാണ്. ഓക്കെ, വെരി ഗുഡ്. നമ്മളൊരു പർവ്വതാരോഹകനോടൊക്കെ ചോദിച്ചു, നിങ്ങൾ പർവ്വതം കയറുമ്പോൾ ഒരുപാട്, പ്രത്യേകിച്ച് മഞ്ഞുമല കയറാണ്, അപ്പം ചോദിച്ചു നിങ്ങൾ ഈ പർവ്വതം കയറുമ്പോൾ അവിടെ ഇങ്ങനെ ഡെഡ് ബോഡീസ് ഉണ്ടാവില്ലേ, ചിലപ്പോൾ മനുഷ്യന്മാരുടെ അംഗങ്ങളൊക്കെ ഛേദിച്ച് കിടക്കുന്നുണ്ടാവും അവിടെ, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ കയറി പോകാന്ന് പറഞ്ഞാൽ, ഭയങ്കര പാടല്ലേ, നിങ്ങൾക്ക് അറച്ചു പോകില്ലേ, പലപ്പോഴും തിരിച്ചിറങ്ങാൻ തോന്നില്ലേ, മലയിടിയില്ലേ, മുക്കാൽ ഭാഗത്തിട്ട് ഇറങ്ങേണ്ടി വരില്ലേ എന്നൊക്കെ ചോദ്യമുണ്ട്. ഓക്കെ, അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്, അത് ഞാൻ ആനന്ദം കണ്ടെത്തുന്നുണ്ട്, ആ കാഴ്ച മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇപ്പം ഈ പർവ്വതത്തിൻ്റെ മുകളിലെത്തിയെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു പർവ്വതം കീഴടക്കഴിഞ്ഞു അല്ലേ, കുറേ മലനിരകളാണ്, അതിലൊരു പർവ്വതം എന്തായാലും കീഴടക്കുക, നമ്മൾ കീഴടക്കി മുകളിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ വാട്ട് ഇസ് യുവർ ഫീലിംഗ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു എക്സാം പാസ്സാവുക എന്നുള്ളതിലുപരിയായിട്ട് ആസ് എ പേഴ്സൺ എന്നെ വല്ലാണ്ട് മോൾഡ് ചെയ്തിട്ടുണ്ട് ഈ എക്സാം. അപ്പം അതിലെനിക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുന്ന ഞാൻ എന്നെ കുറച്ച് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2022 ഒരു പ്യൂണിന്റെ പോസ്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് 10ാം ക്ലാസ് ലെവൽ മാർക്കിന്റെ ബേസിസിലാണ്. എനിക്ക് 9 A+ ആയി 10ാം ക്ലാസ്സിൽ. 10 A+ ഉള്ള ഒരാൾക്ക് പോസ്റ്റ് കിട്ടി. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിഷമിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും. 2022
അന്ന് ശ്രീദേവി ഒരു പിയൂണായിട്ടാണ് ശ്രീദേവിനെ കണക്കാക്കിയത്. സാർ അന്ന് എനിക്ക് അത്രേ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ നേടാൻ ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കോ? ഇല്ല. വാട്ട്സ് എ ചേഞ്ച് യു ഫീൽ? എന്നെ കൊണ്ട് പഠിച്ച് നേടാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ്, വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. അത് ഈ ജേണി തന്നാണ്. അതെ, തീർച്ചയായിട്ടും. എന്നിലൊരു വിശ്വാസം ഉറപ്പിച്ചു, കൂടാതെ കുറെ കോൺഫിഡൻസും വന്നിട്ടുണ്ട്. അത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ശ്രീദേവിക്ക് ഒരു സർക്കിൾ ഉണ്ടോ? പഠിക്കുന്ന ഒരു സർക്കിൾ ഉണ്ടാവും എല്ലാവർക്കും അല്ലേ? സാധാരണഗതി ഒരു സർക്കിളാണ്, ആ സർക്കിളിൽ പഠിക്കും. അങ്ങനെ ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? മീൻസ് നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഇടയ്ക്ക് ഷെയർ ചെയ്യാനൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലും? ഫാമിലി ഉണ്ട്, പിന്നെ ഫ്രണ്ട്സും ഉണ്ട്, കുറച്ച് പേരുണ്ട്. ഞാൻ പ്രിപ്പറേഷനിലുള്ള ആൾക്കാർ കുറവാണ്. പ്രിപ്പയർ ചെയ്യാതെ അബ്രോഡ് പോയവരും അങ്ങനെയൊക്കെയുള്ളവരാണ് കൂടുതലുള്ളൂ. അവര് സപ്പോർട്ട് ചെയ്യും, അവരവരുടെ സങ്കടം പറയും. നീ ഒന്ന് രക്ഷപ്പെടാ, നമ്മളെന്തായാലും അത് കേൾക്കുമ്പോൾ നമുക്ക് സമാധാനം. ഇവിടെ നാട്ടിലാണല്ലോ. അതെ അതെ, ഗൾഫിൽ പോയില്ലെന്നൊരു തോന്നൽ വരും. വെരി ഗുഡ്. അവരുടെ പോസ്റ്റും വീഡിയോ കാണുമ്പോൾ പുറത്ത് പോയ എന്ത് രസമായിരുന്നു. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, മനുഷ്യന്മാരൊരു പ്രശ്നമാണ് അല്ലേ. ഇപ്പം ഫോമോ എന്നൊരു കേസ് പറയും, ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് നമുക്ക് പലപ്പോഴും ഫേസ്ബുക്കിലൊക്കെ മറ്റുള്ളവർ ഗംഭീര വീഡിയോസും അവരിങ്ങനെ എന്താണ് വലിയ വലിയ മോണിമെന്റ്സിന്റെ താഴെ നിന്നോ അല്ലെങ്കിൽ ഗാർഡന്റെ നടത്തുന്നൊക്കെ അവർ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് മിസ് ഔട്ട് ഫീൽ ചെയ്യും. ഉഫ്, ഞാനിവിടെ ആയിപ്പോയല്ലോ, നമുക്കൊന്നും ഇല്ലല്ലോ അല്ലേ. ആ ഫീലിങ്ങിന് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി. കാരണം നമ്മളെ കുട്ടികളിപ്പം സ്റ്റഡി അബ്രോഡ് മറ്റും ഒഴുകിക്കൊണ്ടിരിക്കുക പുറത്തേക്ക്, എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അത് അവരോട് ശ്രീദേവിക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ പോകുന്നത് തെറ്റാണ്. തെറ്റല്ല, തീർച്ചയായും തെറ്റല്ല. മഹാത്മാഗാന്ധി പറിച്ച പുറത്താണ്, മഹാത്മാഗാന്ധി വിദേശ പഠനം നടത്തിയ ആളാണ് അല്ലേ. പക്ഷെ അതിന് മീൻസ് അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള ടെൻഡാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അതായത് നമ്മളെ ഈ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല, ഇവിടെ ജോലിയൊന്നും കിട്ടില്ല, ഇവിടെ ഒന്നും ഉണ്ട്, അങ്ങനെ ഒരു പ്രശ്നം പൊതുവേ ഉണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാൻ? കാരണം ഇത്രയധികം സർക്കാർ ജോലികൾ ഇവിടെ ഉണ്ട്. ഫാക്ട് പറയാനാണെങ്കിൽ ഇപ്പം വേക്കൻസി ടു ആസ്പിറൻസ് റേഷ്യോ എന്ന് പറയുന്നത് വെരി മൈന്യൂട്ട് ആണ്. അത് റിയാലിറ്റിയാണ്. അതെ. അപ്പോൾ ഒരു 30 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം പേര് അപേക്ഷിക്കുന്ന സമയത്ത് വേക്കൻസി അറൌണ്ട് 3000 ഒക്കെ ചിലപ്പോൾ ഒരു പോസ്റ്റിന് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ആദ്യം ക്ലിയർ ചെയ്ത നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ എക്സാമിൽ ആകെ ഒരു 20 വേക്കൻസി ആണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. പക്ഷെ അറൌണ്ട് ഒരു 20,000 ആൾക്കാരെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റാറ്റ് റേസ് പോലെയാണ്. പക്ഷേ we should go with what our mind and heart says. അത്ര എനിക്കത് പറയാനുള്ളൂ. ഇതൊരു റാറ്റ് റേസ് ആണെങ്കിലും നമ്മൾ എയിം ചെയ്താൽ നേടാൻ പറ്റുന്ന ഒന്നായിരിക്കില്ലേ? തീർച്ചയായിട്ടും അതെ. അങ്ങനെ എയിം ചെയ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? കുട്ടികൾക്ക് അങ്ങനെ എയിം വരുന്നില്ല. പലർക്കും ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നമാവും. ആൻഡ് വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സർക്കിളിലേക്കോ ഈ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല പലർക്കും. ഇപ്പം അതാണ് ഞങ്ങൾ ടീമേറ്റ്സ് അക്കാദമിയുടെ ബിഗിനിങ്ങിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളൊരു മെയിൻ എയിം എന്ന് പറയുന്നത് CGL അല്ലെങ്കിൽ SSC എക്സാംസിൽ മലയാളികളെ അവെയറാക്കുക, മലയാളികളെ കൂടുതലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാ മെൻറ്റേഴ്സും അത് നേടിക്കഴിഞ്ഞാൽ മലയാളീസാണ്. അപ്പോൾ അവർക്ക് എന്നോട് ഒരു താല്പര്യമായിരുന്നു, നമ്മൾ മലയാളീസിലേക്ക് ഈ സാധനം എത്തിക്കുക. കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ആവുന്നില്ല എന്നൊരു തോന്നലുണ്ടാവില്ല? തീർച്ചയായിട്ടും ഒരു കാരണമാവില്ലേ? അവയർനെസ് ഒരു കാരണമാണ്, പിന്നെ കോൺഫിഡൻസ്. പിന്നെ അതുപോലെ ഇപ്പം പലരും ചിലപ്പോൾ പറയുമോ, ഞാൻ പോയിട്ട് 5-6 കൊല്ലം നോക്കി കിട്ടിയില്ല, വെറും ടൈം വേസ്റ്റ് ആണ്, എന്തായാലും മെനക്കെടാൻ നിൽക്കണ്ട, അങ്ങനെയുള്ള ചില കമന്റ്സ് മേബി ഒരു കാരണമാവാം. അതൊക്കെ ആയിരിക്കണം ഇങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റ വഴിയാണ്, ഒരൊറ്റ ലക്ഷ്യമാണ്, നേടി അടങ്ങും, ബ്രിഡ്ജ് കത്തിച്ചിറങ്ങിയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ശ്രീദേവി? തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈവൻ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എമ്പുരാൻ പോലും ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. മഞ്ഞുമൽ ബോയ്സ് കാണുന്ന വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. അതൊക്കെ റിയലി കാണണം. കണ്ടിരുന്നു, പിന്നെ കണ്ടു. തിയേറ്ററിൽ പോയി കാണാത്ത സങ്കടം നോക്കി. പക്ഷെ അങ്ങനെയുള്ള സാക്രിഫൈസുകൾ ആവശ്യം. എമ്പുരാൻ കണ്ടില്ല, തുടരും കണ്ടോ ഞാൻ ചോദിക്കുന്നില്ല, കണ്ടിട്ടില്ല. അങ്ങനത്തെ സാക്രിഫൈസുകൾ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയമാണെങ്കിലും കോമ്പറ്റീവ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും എന്ത് സിനിമ ഇറങ്ങിയാലും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ടൈപ്പ് ആളെ. ഈവൻ അതുപോലെ ഞാൻ സാക്രിഫൈസ് അങ്ങനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ, സാക്രിഫൈസ് എന്നുള്ള വാക്ക് തന്നെ വല്ലാത്തൊരു വാക്കാണ് അല്ലേ? സാക്രിഫൈസ് ആണോ ചെയ്തത് അതോ അല്ല ഞാനൊരു ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുമ്പോൾ അതൊന്നും അല്ല എൻ്റെ പ്രധാനം തീരുമാനിക്കായിരുന്നു? പ്രയോറിറ്റൈസ് ചെയ്യണോ ചെയ്തത് സാക്രിഫൈസ് ചെയ്യണം? സാക്രിഫൈസ് നമ്മളുള്ള എവിടെ ഒരു എന്തൊക്കെയോ ഫീൽ ഉണ്ട് അല്ലേ? ഞാൻ പലതും സാക്രിഫൈസ് ചെയ്തു, വി നോ ഇറ്റ്സ് എ സാക്രിഫൈസ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ എനിക്കൊന്ന് പ്രയോറിറ്റൈസിങ് ആയിരിക്കും. ശരിയല്ലേ? നമ്മുടെ പ്രയോറിറ്റി മാറി. ഇതല്ല എൻ്റെ പ്രയോറിറ്റി, അതാണ് പ്രയോറിറ്റി. സിനിമ നാളെയും കാണാം, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ സ്വന്തം റിക്ലൈനിങ് ചെയറിൻ്റെ സിനിമ കാണും എന്നൊരു തോന്നലുണ്ട്. ശരിയല്ലേ? അപ്പോൾ സാക്രിഫൈസ് ഇല്ല. ഓക്കെ, വെരി ഗുഡ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അനുഭവങ്ങൾ, പ്രയോറിറ്റൈസിംഗ് അനുഭവങ്ങൾ? മിസ്സിംഗ് ഫീൽ ചെയ്തോ? ഇപ്പൊ ആലോചിക്കുമ്പോൾ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ആലോചിക്കുമ്പോൾ എൻ്റെ മുന്നിൽ അച്ചീവ്മെന്റ് മാത്രമേ ഉള്ളൂ. അടുത്ത ഗോളിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് എക്സാം ഇപ്പൊ ആദ്യം ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യം പഠിച്ച് ഇപ്പൊ സെറ്റ് ആയിട്ടായിരുന്നെങ്കിൽ പോവായിരുന്നല്ലോ.
അതിനെങ്ങനെയുള്ള ഒരു എന്താ പറയാ പോവാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഡോപ്പമിൻ ഹിറ്റ് കിട്ടാത്ത സമയത്തുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടീമേറ്റ്സിന് ഒരു കുട്ടീനെ കണ്ടു. ആ കുട്ടി വന്നിട്ട് ഡിഗ്രി കഴിഞ്ഞാൽ അപ്പോൾ എൻക്വയറിക്ക് വന്നു. ഞാൻ നമ്മളെ ജോയിൻ ചെയ്തോളൂ. അല്ല സാർ ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളൂ, ഒരു 2-3 മാസം ഞാൻ ഫ്രീ ആയി നടക്കട്ടെ സാർ. ഇട്ട് ഞാൻ അവരോട് എന്താ പറയുക, നമ്മൾ കോച്ചിങ് എപ്പോഴാണ് തുടങ്ങേണ്ടത്? കോച്ചിങ് ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതിന് തന്നെയാണ് വരുന്നത് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നാണോ ദ വെരി നെക്സ്റ്റ് ഡേ ഫ്രം ദ കോളേജ്, ഓ ഇതാണ് നമ്മളുടെ എയിം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതല്ല എനിക്കൊരു പ്ലാൻ ബി ഉണ്ട്, ഞാനത് നോക്കിയിട്ടാണ് ഇതിലേക്ക് വരുന്നുള്ളൂ എനിക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് ട്രൈ ചെയ്ത് നോക്കാം. അതിപ്പോ എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കാം, ഇതിലേക്ക് തന്നെ വരും അവസാനമാണ്. അങ്ങനെയല്ല, അത് എന്റെ പേഴ്സണൽ ആണല്ലോ, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രീദേവി ഇപ്പോൾ ഒരു SSC കുട്ടികളെ മെൻറ്റർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. മീൻസ് കുറച്ചുകൂടെ ഗൈഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൗ ഇസ് യുവർ ഫീലിംഗ് ഇൻ ദാറ്റ് ബിഫോർ ജോയിനിങ് ദിസ് പോസ്റ്റ്? ഒരു ഗ്യാപ്പിൽ അല്ലേ, എങ്ങനെ തോന്നുന്നത്? കുറച്ചുകൂടെ ഇപ്പം എന്നെ ഒരു ബെറ്റർ പേഴ്സണായിട്ട് മോൾഡ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതല്ലാതെ എനിക്ക് എന്തൊക്കെയാണ് ഈ ജേർണി ഞാൻ പഠിച്ചിട്ടുള്ളത് അത് വരുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു അനദർ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. ഞാൻ കുറെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് ഞാൻ അവിടെ പോയിട്ടത് ചെയ്യരുത് അങ്ങനെ പറയുമ്പോൾ അതെനിക്കൊരു എന്താ പറയുക കുറച്ചൊരു നല്ല ബെറ്റർ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇപ്പം ശ്രീദേവി ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ റോൾ മോഡൽസ് ആരും ഉണ്ടായിരുന്നു മുന്നിൽ? എൻ്റെ അച്ഛൻ്റെ ചേച്ചിന്റെ പേര് ശ്രീദേവി എന്നാണ്. ഓ, മറ്റൊരു ശ്രീദേവി. അപ്പം അവര് ബാങ്കിലാണ് വർക്ക് ചെയ്തത്. അപ്പം അവർ സീനിയർ ശ്രീദേവി റിട്ടയർ ആയപ്പോൾ ഒരു ജൂനിയർ ശ്രീദേവി അവിടെ ജോയിൻ ചെയ്തു. അവരാദ്യം വർക്ക് ചെയ്തിരുന്നത് വെളിമാടുന്ന ബ്രാഞ്ചിലാണ്. അപ്പൊ ഞാൻ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അമ്മായി അവിടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട് വർക്ക് ചെയ്യുന്നത്. അത്രയും എന്താ പറയാ മോട്ടിവേഷൻ, ഒരു റോൾ മോഡൽ തന്നെയാണ്. ഇന്ന് ഞാൻ റോൾ മോഡലായിട്ട് കാണുന്നത് അവരെ തന്നെയാണ്. ശ്രീദേവിയാണ് ശ്രീദേവിയുടെ റോൾ മോഡൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇന്റർവ്യൂയുടെ തംബ്നെയിലാണ് ശ്രീദേവിയാണ് ശ്രീദേവിയുടെ റോൾ മോഡൽ അല്ലേ? വെരി ഗുഡ്. ഓക്കെ ശ്രീദേവി, നമ്മൾ കണ്ടുപിടിയാണ്. ആൻഡ് ഇപ്പോൾ മൊത്തത്തിൽ ഈ ജേർണി നടത്തി ശ്രീദേവി ഒരു അച്ചീവറായി. ശ്രീദേവി കുറേ കാര്യങ്ങൾ നേടി, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പഠിച്ചു, കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. റെഡി, ഒരു ബോൾഡ് പേഴ്സൻ്റെ ഒരു ഞാൻ പറയും ഇവോൾവിങ് ആണ് ശരിക്കും അല്ലേ? നമ്മൾ ഇവോൾവ് ചെയ്യാണ്, നമ്മൾ ആയി വരികയാണ്. ഈ ആയിത്തീരതിന് ശേഷം ഫ്യൂച്ചർ ആസ്പിരൻസിനോടും വരാൻ പോകുന്ന ആൾക്കാരോടും വാട്ട്സ് യുവർ മെസ്സേജ്? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ എക്സാം സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കൂടെ ഈ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുക. പിന്നെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുക. വാരി വലിച്ചിട്ട് എന്തൊക്കെയോ പഠിക്കുക, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്ട്രാറ്റജിന്ന് ഡീവിയേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാതെ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുക. അതിനുശേഷം എവിടെയാണ് നമ്മളുടെ വീക്ക് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് ശ്രീദേവി. ഇതൊരു തുടക്കം മാത്രമാണ്. തുടരും ശ്രീദേവി കണ്ടിട്ടില്ല, പക്ഷേ തുടരും. ശ്രീദേവിയുടെ യാത്ര എന്തായാലും തുടരുന്ന എനിക്ക് ഉറപ്പാണ്. അത് തുടർന്നു കൊണ്ടേയിരിക്കട്ടെ, കാരണം വലിയ അച്ചീവ്മെന്റിലേക്ക് ഇനിയും ശ്രീദേവി എത്തിച്ചേരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇവിടെ നമ്മളുടെ ടോക്സ് ഇന്നത്തെ ദിവസം നമ്മൾ സൈൻ ഔട്ട് ചെയ്യാണ്. താങ്ക് യു ഓൾ ആൻഡ് സീ യു അഗൈൻ.